പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളലിന് തുടക്കമായിരിക്കുന്നു. തിരുവാഭരണ ഘോഷയാത്ര നാളെ പന്തളത്ത് നിന്നും പുറപ്പെടും. അതേസമയം സന്നിധാനത്ത് ഇന്ന് തിരക്ക് കുറവാണ്. വിവരങ്ങളുമായി ശബരിമല സന്നിധാനത്ത് നിന്നും ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായിരിക്കുന്നു? പേട്ടയുടെ കാര്യങ്ങൾ എങ്ങനെയാണ്? അമ്പലപ്പുഴ പേട്ടയും ആലങ്ങാട്ട് പേട്ടയും ഒക്കെ വളരെ പ്രസിദ്ധമായ പേട്ടകളാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? കമലേഷ്, അമ്പലപ്പുഴ പേട്ട സംഘത്തിന്റെ തുള്ളലാണ്. ആ പേട്ട തുള്ളലാണ് ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. സാധാരണഗതിയിൽ ചെറിയ അമ്പലത്തിൽ നിന്നും, അതായത് എരുമേലി ചെറിയ അമ്പലത്തിൽ നിന്നും പ്രത്യേക പൂജകൾക്ക് ശേഷം അമ്പലപ്പുഴ സംഘത്തിന്റെ പ്രത്യേകത കൂടിയുണ്ട്. ഇവർ ദേഹമാസകലം ചന്ദനം പൂശിയ ശേഷമായിട്ടാണ് ആ പേട്ട തുള്ളുന്നതിന് വേണ്ടി പുറത്തേക്ക് വരുന്നത്. അവർ പുറത്തേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി നേരെ പോകുന്നത് വാവര് പള്ളിയിലേക്കാണ്. വാവര് പള്ളിയിൽ വെച്ച് അവിടുത്തെ പള്ളിയുടെ ചുമതലക്കാരെ സ്വീകരിക്കും. അതിനുശേഷം വാവര് പള്ളിയെ വലം വെച്ച് പിന്നെ വലിയമ്പലത്തിലേക്ക് പോകുന്ന ഒരു പതിവാണ്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ഈ അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. ഇന്നലെയാണ് അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങൾ എരുമേലിൽ എത്തിച്ചേർന്നത്. അവരെ ഇന്നലെ പ്രസിദ്ധമായ ചന്ദനക്കുടത്തിന് സാക്ഷിയായി. അതിനുശേഷമാണ് ഇന്ന് അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങളുടെ പേട്ടതുള്ളൽ തുടങ്ങിയിരിക്കുന്നത്. ഏകദേശം 11:30 കഴിഞ്ഞ് 12 മണിക്കിടയിലായിരുന്നു ശ്രീകൃഷ്ണ പരന്ത എരുമേലിയിൽ കൊച്ചമ്പലത്തിന് മുകളിലായി വട്ടമിട്ടതോടെ അമ്പലപ്പുഴ സംഘം പേട്ടതുള്ളൽ തുടങ്ങി. ഇപ്പോഴവര് എരുമേലി വാവരുപള്ളി ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. വലിയ തീർത്ഥാടകരുടെ പ്രവാഹമാണ് ഇപ്പോൾ എരുമേലിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളലിന് ശേഷമായിരിക്കും ആലങ്ങാട്ട് സംഘത്തിന്റെ പേട്ടതുള്ളൽ. അത് ഏകദേശം 3 മണിയോടുകൂടിയാവും. 3 മണിക്ക് വാനിൽ ജ്യോതിസ് ഉയർന്നു കഴിയുമ്പോഴേക്കും ആലങ്ങാട്ട് സംഘവും പേട്ടതുള്ളൽ തുടങ്ങും. അവരെ ശരീരമാസകലം ഭസ്മം പൊതിഞ്ഞതിന് ശേഷമായിരിക്കും അവരും പേട്ടതുള്ളൽ തുടങ്ങുക. അതായത് മതമൈത്രിയുടെ ഒരു പ്രതീകം കൂടിയാണ് ഈ പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ. അത് മാത്രവുമല്ല, ഭഗവതി വിഗ്രഹത്തിന്റെ വിജയം ആഘോഷിക്കുന്നു എന്നുകൂടി ഒരു സങ്കല്പം കൂടിയുണ്ട്. ഈ മകരവിളക്കുമായി ബന്ധപ്പെട്ട പ്രധാന ചടങ്ങുകളിലൊന്നാണ് എരുമേലി പേട്ടതുള്ളൽ. നാളെയാണ് തിരുവാഭരണ ഘോഷയാത്ര പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും ശബരിമല സന്നിധാനത്തേക്ക് പുറപ്പെടുക. ഇതിനുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. നാളെ പുറപ്പെടുന്ന തിരുവാഭരണ ഘോഷയാത്ര അയിരൂർ പുതിയാവ് ക്ഷേത്രത്തിൽ വിശ്രമിക്കും. അതിനുശേഷം മറ്റന്നാൾ ലാഹ സത്രത്തിലാണ് വിശ്രമം. 14-ാം തീയതി വൈകുന്നേരം 6 മണിയോടുകൂടി ശരംകുത്തിയിൽ എത്തിച്ചേരുകയും ചെയ്യും. മറ്റൊരു പ്രത്യേകതയുള്ളത്, കഴിഞ്ഞ 2 വർഷമായി തീർത്ഥാടകർക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തവണ നിയന്ത്രണങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് എരുമേലി പേട്ടതുള്ളലിന് വലിയ തീർത്ഥാടക പ്രവാഹം തന്നെയാണ് എരുമേലിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മലയാളികൾ മാത്രമല്ല, ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന്, തമിഴ്നാട്, ആന്ധ്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരുടെ സംഘം കഴിഞ്ഞ 2-3 ദിവസമായി എരുമേലിൽ തമ്പടിച്ചതിന് ശേഷം ഈ പേട്ടതുള്ളലിൽ അംഗമാകുകയും ഒപ്പം ഈ പേട്ടതുള്ളൽ സംഘങ്ങൾക്കൊപ്പം പരമ്പരാഗത ഖനന പാതയിലൂടെ ശബരിമല സന്നിധാനത്തേക്ക് നീങ്ങുകയും ചെയ്യും. കരിമല വഴിയാണ് ഈ സംഘം പമ്പയിലേക്ക് നീങ്ങുക. പമ്പയിൽ 13-നാണ് പ്രസിദ്ധമായ പമ്പ വിളക്കും പമ്പ സദ്യയും. അതിനുശേഷം ഇരു സംഘങ്ങളും മല കയറും. പിന്നെ 15-ാം തീയതിയാണ് ഇവരുടെ പ്രത്യേക ചടങ്ങുകൾ, അതായത് അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങളുടെ പ്രത്യേക ചടങ്ങുകൾ ശബരിമല സന്നിധാനത്തുണ്ട്. ഈ 15-ാം തീയതിയുള്ള ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങൾ ശബരിമലയിൽ നിന്നും മലയിറങ്ങുക. അതുപോലെ തന്നെ സന്നിധാനത്ത് ഇന്ന് തിരക്ക് അല്പം ഒന്ന് കുറവാണ്. കാരണം സാധാരണഗതിയിൽ ഇങ്ങനെ എരുമേലി പേട്ടതുള്ളലിൽ നിന്നും അതുപോലെ തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുന്ന ദിവസമൊക്കെ സാധാരണഗതിയിൽ തിരക്ക് കുറവായി അനുഭവപ്പെടാറുണ്ട്. ഇന്നും അത്തരത്തിലൊരു തിരക്ക് കുറവാണ്. കാരണം അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങളുടെ പേട്ടതുള്ളൽ കഴിഞ്ഞാൽ പിന്നീട് ശബരിമല സന്നിധാനത്തേക്ക് തീർത്ഥാടകരുടെ പ്രവാഹമാണ്. എങ്കിൽ കൂടിയും ശബരിമല സന്നിധാനത്തെ പ്രധാന വ്യൂ പോയിന്റ് അല്ലെങ്കിൽ മകരവിളക്ക് കാണാൻ കഴിയുന്ന പ്രധാന സ്ഥലമായ പാണ്ടിത്താവളത്തിൽ ഇപ്പോൾ തീർത്ഥാടകരെ കൊണ്ട് നിറയുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ ചെറിയ ചെറിയ പർണശാലകളൊക്കെ തീർത്ത് ഇങ്ങനെ മകരവിളക്ക് കാണുന്നതിന് വേണ്ടി ആളുകൾ കാത്തിരുന്നു തുടങ്ങിയിരിക്കുന്നു. അതുപോലെ ഇവിടെ കർശന നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ട്. കാരണം ഈ പർണശാലകളിൽ കഴിയുന്നവരെ അപകടങ്ങൾ ഒഴിവാക്കുവാൻ സ്വയം ആഹാരം പാചകം ചെയ്യുന്നത് ഒഴിവാക്കണം എന്ന നിർദ്ദേശം ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ മകരവിളക്ക് കാണാൻ കഴിയുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ തീർത്ഥാടകരെ കൊണ്ട് നിറയും എന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. കമലേഷ്, ശബരിമല സന്നിധാനത്ത് പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ ആരംഭിച്ചിരിക്കുന്നു. അമ്പലപ്പുഴ പേട്ടതുള്ളലിന് പിന്നാലെ ആലങ്ങാട്ട് സംഘവും പേട്ടതുള്ളലുമായി എത്തും. ഇന്ന് താരതമ്യേന തിരക്ക് കുറവാണ് സന്നിധാനത്ത്. ഡി ബിനോയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഉത്തരാഖണ്ഡ് ജോഷിമഠിൽ വിള്ളൽ രൂപപ്പെട്ട കെട്ടിടങ്ങൾ പൊളിക്കാനൊരുങ്ങി ദുരന്ത നിവാരണ സേന. സംസ്ഥാന സർക്കാരിന്റെ നീക്കത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുകയാണ്. നഷ്ടപരിഹാരം നൽകിയ ശേഷം പൊളിക്കൽ നടപടികൾ ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.